ലോൺ കർത്താവിലവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സദൃശവാക്യം 28-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ ബാലസിംഹം പോലെ നിർഭയമായി ഇരിക്കുന്നു. ആമേൻ. ഒരു ദുഷ്ടൻ മറ്റുള്ളവരോട് ദുഷ്ടത കാണിക്കുന്ന, അതായത് ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരെ അനാവശ്യമായി എപ്പോഴും ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെ മാനസികമായി ശാരീരികമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു ദേശത്തിലോ ഒരു കുടുംബത്തിലോ ഉണ്ടെങ്കിൽ അവർ ആ ദേശത്തെയും ആ കുടുംബത്തെയും വിട്ട് കർത്താവ് വരെ ഓടിക്കും. ആമേൻ. പ്രത്യേകിച്ചും അനാഥരെയും വിധവകളെയും ക്ലേശിപ്പിക്കാൻ പാടില്ല. മനസ്സിലായോ? വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ കർത്താവ് ബൈബിളിൽ പറയുന്നു, അവൻ്റെ നിലവിളി ഞാൻ കേൾക്കും, അത് നിന്നെ ഞാൻ ദണ്ഡിപ്പിക്കുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. ആമേൻ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് നമ്മൾ ദുഷ്ടത പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെ ദുഷ്ടത ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ നിലവിളി കർത്താവ് കേൾക്കുകയും ദുഷ്ടന് തക്ക പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. എന്താണ് അവന് കിട്ടുന്ന പ്രതിഫലം? ആദ്യമൊക്കെ കർത്താവ് മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കും. അവൻ ആ മാനസാന്തരം സ്വീകരിച്ചില്ലെങ്കിൽ ദൈവം തമ്പുരാൻ അവനെ അടിക്കും. ആരാണോ ഒരു ദേശത്തിന് അല്ലെങ്കിൽ ഒരു വീട്ടിൽ ശല്യമായി മറ്റുള്ളവരെ മാനസികമായി ശാരീരികമായി ഉപദ്രവിക്കുന്നു, ആ വ്യക്തി ആ ദേശത്ത് നിന്ന്, ആ രാജ്യത്ത് നിന്ന്, ആ നാട്ടിൽ നിന്ന്, ആ വീട്ടിൽ നിന്നും കർത്താവിനെ ഓടിച്ചു വിടും. അതിനിപ്പോൾ പ്രത്യേകിച്ച് ആരും പ്രാർത്ഥിക്കേണ്ട ഉപവസിക്കേണ്ട ആവശ്യമില്ല. ആമേൻ. അതിനാൽ മറ്റുള്ളവരോട് ദുഷ്ടത പ്രവർത്തിക്കാതെ നന്മ മാത്രം ചെയ്ത് ജീവിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഓടിച്ചു വിടുന്ന വ്യക്തിയെ കർത്താവ് പിന്നീട് ഒരിക്കലും ആജീവനാന്തകാലം അവൻ്റെ ആയുസ്സിൽ ഒരിക്കലും ആ ദേശത്തോ ആ വീട്ടിലോ ആ രാജ്യത്തോ കൊണ്ടുവരത്തില്ല. അങ്ങനെ കൊണ്ടുവരാതെ അവൻ ആരെയാണോ മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചത് ആ വ്യക്തികൾക്ക് ആ ശത്രുവിനെ ഓടിച്ച് ദൈവം സ്വസ്ഥത നൽകുമെന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. ആമേൻ. അതിനാൽ ആരെയും ദ്രോഹിക്കാതെ നന്മ ചെയ്ത് ജീവിക്കുക. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.